ആർ.എസ്. ദുരൈ സെന്തിൽകുമാറിൻ്റെ സംവിധാനത്തിൽ ഇന്ന് നമ്മുടെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു തമിഴ് ആക്ഷൻ ഡ്രാമ ത്രില്ലർ സിനിമയായിരുന്നു ഗരുഡൻ എന്നുള്ളത്. സിനിമയ്ക്കുള്ളിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ ശശികുമാർ, സൂര്യ, അതുപോലെ തന്നെ ഉണ്ണിമൂന്തനൊക്കെയാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ചിത്രത്തിൻ്റെ ഒരു പ്രമേയം എന്ന് പറയുമ്പോഴത്തേക്കും കാര്യമായിട്ട് സ്പോയിലർ ആക്കുന്നില്ല, എങ്കിലും ഒരു വൺ ലൈൻ പറയാം. നമ്മുടെ ചിത്രത്തിൽ ഒരു 3 ആത്മാർത്ഥ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഇവരുടെ ഇടയിലേക്ക് ഒരു പ്രശ്നം എത്തുന്നതും അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന സംഭവവികാസങ്ങളൊക്കെയാണ് ഏകദേശം ഒരു പ്ലോട്ട് എന്ന് പറയാൻ സാധിക്കും. എന്തായാലും സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കിയെടുക്കുക. ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡീസൻറ്റ് വാച്ച് ആയിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് ഈ ഗരുഡൻ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനുള്ള പ്രധാന കാരണം എന്നുള്ളത് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇമോഷണലി ഈ സിനിമയായിട്ട് കണക്റ്റ് ആകുന്നു എന്നുള്ളൊരു കാര്യം കൊണ്ട് തന്നെയാണ്. അതിന് പ്രധാനമായിട്ട് പറയേണ്ട കുറച്ച് ഘടകങ്ങൾ എന്നുള്ളത്, ഒന്ന് ചിത്രത്തിൻ്റെ തിരക്കഥ, 2 പ്രകടനം എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ തിരക്കഥ വെട്രിമാരനാണ് സിനിമയുടെ തിരക്കഥ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയ ആനകുതിര കേസൊന്നുമല്ല. ഓക്കെ, നമ്മൾ ഇതിനു മുമ്പും ഈ ഒരു ടൈപ്പിലുള്ള കഥയൊക്കെ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ആത്മാർത്ഥ സുഹൃത്തുക്കൾ, ഇവരുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാകുന്നു, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും നമുക്ക് അത്തരത്തിലുള്ള ഫീൽ ഒന്നും തന്നെ സിനിമ നൽകുന്നില്ല. മറിച്ച് ഒരു ഫ്രഷ് ആയിട്ട് ഒരു സ്റ്റോറിയാണ് കാണുന്നതെന്നുള്ള ഒരു ഫീല് ശരിക്കും കിട്ടുന്നുണ്ട്. അതിന് പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ തിരക്കഥയുടെ കാര്യം തന്നെയാണ് പറയേണ്ടത്. ആ എഴുത്തിൽ ഒരുപാട് ബ്രില്യൻസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പ്രേക്ഷകരെ വളരെയധികം എൻഗേജിങ് ആക്കുന്ന കുറേ മൊമെൻറ്റ്സ് നൽകുന്ന കുറേ സംഭവങ്ങളൊക്കെയുള്ള ഒരു എഴുത്ത് എന്തായാലും ആ ഒരു തിരക്കഥയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ചില കഥാപാത്രങ്ങൾ, അവരുടെ ഉള്ളിലേക്ക് വരുന്ന ഇമോഷൻസ്, അത് നമ്മുടെ ഇത് വൈമാറുന്നു. ചില സമയത്ത് നമുക്കൊരു വാശി വരുന്നു. ഓക്കെ, ആ ഒരു രീതിയിൽ പ്രേക്ഷകരെ ഒരു പക്ക എൻഗേജിങ് ആക്കാൻ വേണ്ടി സ്ക്രീൻ പ്ലേക്ക് നല്ല രീതിയിൽ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ചിത്രത്തിൻ്റെ ആദ്യത്തെ ഒരു പ്ലസ് പോയിന്റ് എന്നുള്ളത്. കൂടാതെ പ്രകടനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും കുഞ്ഞു താരങ്ങൾ വരെ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു സിനിമയാണ്. ഇപ്പോൾ കേന്ദ്ര കഥാപാത്രങ്ങളെ ഞാൻ പറഞ്ഞ പോലെ സൂര്യ, അതുപോലെ തന്നെ ശശികുമാർ, ഉണ്ണിമൂന്തൻ, ഈ 3 പേരും അന്യായ പെർഫോമൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. എങ്കിലും എടുത്തു പറയേണ്ടത് ശശികുമാർ, സൂര്യ 2 പേരും അന്യായമായിട്ടുള്ള പെർഫോമൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിലും സൂര്യ ഒരു രക്ഷയില്ല. നമുക്കറിയാലോ, ഈ സമീപകാലങ്ങളിലൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ എന്നൊക്കെയുള്ളത് നമ്മൾ ഒരുപാട് അത്ഭുതപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഈ ചിത്രത്തിലും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന കുറേ സംഭവങ്ങൾ അദ്ദേഹത്തിൽ നിന്നും ഉണ്ടാകും. നല്ല രസമായിരുന്നു എല്ലാവരുടെ പ്രകടനവും. ശശികുമാറാകട്ടെ, അതുപോലെ തന്നെ ഉണ്ണിമൂന്നനാകട്ടെ, എല്ലാവരും ഗംഭീരമായിട്ടുള്ള പ്രകടനമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ശിവദ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഒരു സുപ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ആ സെക്കൻഡ് ഹാഫിലെ ഇമോഷൻസ് ഒക്കെ അത്യാവശ്യം പ്രേക്ഷകർക്ക് കണക്റ്റ് ആകുന്ന രീതിയിൽ തന്നെയായിരുന്നു പുള്ളിക്കാരത്തെയും കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേ പ്രകടനങ്ങൾ കണ്ട് തന്നെ നമുക്ക് കൈയടിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ചിത്രത്തിൻ്റെ മറ്റൊരു വസ്തുത. കൂടാതെ ഈ സിനിമയുടെ ടെക്നിക്കലി നോക്കിക്കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം ആക്ഷൻസിൻ്റെ കാര്യമൊക്കെ പറയണം. അത്യാവശ്യം ഒരു ആക്ഷൻ ജോണറിലുള്ള ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും അത്യാവശ്യം ഇമ്പ്രസീവ് ആകുന്ന രീതിയിലുള്ള ആക്ഷൻസ് ആയിരുന്നു സിനിമയിൽ എന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ മ്യൂസിക് വർക്ക്, യുവനാണ് മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മ്യൂസിക് വർക്കും കാര്യങ്ങളൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. കൂടുതൽ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം ഒന്ന് എടുത്തു പറയണം കേട്ടോ. കാരണം അവരുടെ ഒരു കൈവിരുത്, ഒരു കലാവിരുത് എന്നുള്ള സിനിമയിൽ നിങ്ങൾക്ക് ഒരുപാട് കണ്ടറിയാൻ സാധിക്കും. തീർച്ചയായിട്ടും ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്കും സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. കൂടാതെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു DOP കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. ഓവറോൾ പറയുമ്പോഴത്തേക്കും ഈ സിനിമ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് നൽകുന്ന സിനിമയാണ്. കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലും ചില കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിൽ തന്നെ നിൽക്കുന്ന രീതിയിലുള്ള ഒരുപാട് സംഭവങ്ങളുള്ള ഒരു സിനിമയാണെന്ന് തന്നെ പറയാൻ സാധിക്കും. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവച്ചേക്കുക. കുടുംബമൊക്കെ ആയിട്ട് പോകാം. കാരണം ഇതിൻ്റെ അത് വലിയ സെക്ഷൽ കണ്ടൻറ്റ് അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. പിന്നെ അത്യാവശ്യം വയലൻസ് ഉണ്ടാകും കേട്ടോ. വെട്ടും കുത്തും കൊലയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും കണ്ടു നോക്കുക. ക്ലൈമാക്സിലൊക്കെ ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം തിയേറ്ററിൽ കൈയിടിയൊക്കെ വീഴുന്ന രീതിയിലാണ് അതൊക്കെ മേക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഓവറോൾ കൊള്ളാമായിരുന്നു. സോ ഒരു 7.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്. 10-7.5. കണ്ടിട്ട് അഭിപ്രായങ്ങൾ പങ്കുവച്ചേക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് കാണാം. ടാറ്റ.